അന്നത്തെ പ്രിൻസിപ്പൽ വൈറ്റിലെ വുമൻസ് ഹോസ്റ്റലാണ് താമസിച്ചിരുന്നത്. അത് വലിയൊരു കഥയാണ്. ആ വുമൻസ് ഹോസ്റ്റലിൻ്റെ മുമ്പിൽ ഇന്ന് ഞാൻ ചെന്ന് ഇങ്ങനെ നിൽക്കും. അവസാനം അവരുടെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ് വരെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ പൊന്നെ ടീച്ചറെ, ഈ ചെറുക്കനെ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് അഡ്മിഷൻ കൊടുക്കുക. അവിടെ ഉണ്ടായിരുന്ന ദേവി ടീച്ചറുണ്ട്, RLV ദേവി ടീച്ചർ. പത്രപ്പുറത്തിലെ ഡാൻസ് ടീച്ചർ. ടീച്ചറോട് ചോദിച്ചാൽ വിവരങ്ങൾ മുഴുവനും അറിയാം. കാരണം ടീച്ചർ ഇപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, സുനിൽ ചവണ്ട കായലായിരുന്നു അത് എന്ന് പറയും. അതെന്താ? അല്ല, ശരിയാണ്. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ആ കായൽ ചാടി ചാവുമെന്ന് പറഞ്ഞു. എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ അന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. കിട്ടിയില്ലെങ്കിൽ അന്ന് ചെയ്തു പോയേനെ കേട്ടോ. പക്ഷെ അത് ചെയ്യാതെ നന്നായില്ലേ? അതല്ലേ ഈ ചാനലിന് ഇൻ്റർവ്യൂ വരാൻ പറ്റിയേ. അപ്പോൾ അങ്ങനെ വളരെ അധികം കഷ്ടപ്പെട്ട് എന്ന് സെക്രട്ടേറിയറ്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവിടെ ചെന്ന് ഇന്ന് ഞാൻ ഓർക്കുന്നു, 15-16 വയസ്സുള്ള സമയം ഞാൻ ചെന്നിട്ട് അവിടുത്തെ പിയൂണിനോടൊക്കെയാണ് പറഞ്ഞത്, എനിക്ക് RLV അതെന്താ സാധനം? അവിടെയുള്ളവർക്ക് RLV എന്ന് പറഞ്ഞാൽ പോലും എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവസാനം എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരുടെയൊക്കെയോ സഹായപ്രകാരം നാളെ RLVയിൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇന്നാണ് എനിക്ക് കാർഡ് എഴുതി തരുന്നത്.